അടുത്ത മന്ത്രം ഹ്രീംകാരമയ സവർണ സ്തംഭ വിദ്രുമപുത്രിക എന്നുള്ളതാണ്. ഇതൊരു മനോഹരമായ ദൃശ്യമാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഒരു സ്വർണ്ണം കൊണ്ടുള്ള ഒരു കൊട്ടാരം, അതിൽ സ്വർണ്ണമയമായ തൂണുകൾ, അതിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കാണുന്ന ഒരു പവിഴം കൊണ്ടുണ്ടാക്കിയ ഒരു മൂർത്തിയാണ് ദേവി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ മണ്ഡപം, അതിൽ കാണപ്പെടുന്ന ഒരു മനോഹരമായ മൂർത്തിയാണ് ദേവി എന്ന് വെച്ചാൽ ഹ്രീംകാരത്തെ സ്വർണ്ണമയമായ ഒരു മണ്ഡപത്തിനോടാണ് തുലനപ്പെടുത്തുന്നത്. അത്രയും അമൂല്യമാണ് മന്ത്രസാധന. ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഒഴിച്ചുകൂട്ടാൻ വയ്യാത്തതാണ് മന്ത്രജപ സാധന എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശിലാവിഗ്രഹം, ഏറ്റവും ആരാധ്യമായിട്ടുള്ള വസ്തു ദേവിയാണ്. നിഷ്ഠാഭക്തി എന്ന് ശാസ്ത്രങ്ങളിൽ പറയും. കൃത്യമായ സമയത്ത് അവർ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യും, അവർ ജപങ്ങളൊക്കെ ചെയ്യും, വേണ്ട സാധന സാമഗ്രികളൊക്കെ ജലഗന്ധ പുഷ്പധൂപ ദീപാദി നൈവേദ്യാദികളൊക്കെ അവർ ശരിയായ രീതിയിൽ ഓർക്കും. പക്ഷേ ഒരു അച്ചടക്കം അതിലുണ്ടാകുമെങ്കിലും അതിൽ ആന്തരമായിട്ടുള്ളൊരു ഭാവം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഈ മുക്തി എന്നുള്ളത് സാധ്യമല്ല. ഏറ്റവും പ്രധാനം അതിൻ്റെ ആന്തരികമായ ശുദ്ധിയാണ്. നമ്മൾ അമ്പലങ്ങളിൽ പോയി, ഉദാഹരണത്തിന് മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ പോയി, അതിൻ്റെ ആയിരങ്കാൽ മണ്ഡപം കണ്ടു, കുളം കണ്ടു, മറ്റുള്ള സന്നിധാനങ്ങളൊക്കെ കണ്ടു. അവിടെ ചെന്ന് മീനാക്ഷിയുടെ ദർശനം ഉണ്ടായില്ല, ആ സമയം തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ വള്ളിക്കാവിൽ വന്നു, ആശ്രമം കണ്ടു, കടപ്പുറത്ത് പോയി, കാളിക്ഷേത്രത്തിൽ പോയി, അമ്മയുടെ ദർശനം അതിന് മാത്രം പോയില്ല എന്ന് പറയുന്നത് പോലെയാണ്. സാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദേവിയുടെ സാക്ഷാത്കാരമാണ്. ഒരു മിനിറ്റ് അമ്മയെ കണ്ടാലും മതി, അമ്മയുടെ ഒരു വാക്ക്, അമ്മയുടെ ഒരു നോട്ടം, അമ്മ ഒന്ന് ചിരിച്ചു, ഒന്ന് സംസാരിച്ചു, ഒന്ന് തിരക്കി, അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം മറ്റൊന്നുകൊണ്ടും കിട്ടില്ല. അതുകൊണ്ട് ഹ്രീംകാരമയമായിട്ടുള്ള സുവർണ്ണ മണ്ഡപത്തിലത്തെ പവിഴം കൊണ്ടുണ്ടാക്കിയ ശിലയാണ് ദേവി. ഏറ്റവും ശ്രേഷ്ഠതരമായ ഒരു സ്ഥാനമാണ് ദേവിക്ക് കൊടുത്തിട്ടുള്ളത്. ഹ്രീംകാര വേദ ഉപനിഷത്ത് എന്നുള്ളതാണ് അടുത്ത ലളിതാ ത്രിശതീലത്തെ മന്ത്രം. ഹ്രീംകാരത്തെ ഇതിൽ വേദത്തോട് ഉപമിക്കുന്നു. അതിൻ്റെ ഉപനിഷത് ഭാഗമാണ് ദേവി. ഹ്രീംകാര വേദോപനിഷദേ നമഃ എന്നാണ് ഈ മന്ത്രം. വേദങ്ങളിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്നിനെ കർമ്മകാന്ഡം എന്നും മറ്റൊന്നിനെ ജ്ഞാനകാന്ഡം എന്നും പറയും. കർമ്മകാന്ഡത്തിൽ ഈ ലൗകികത്തിന് ആവശ്യമുള്ള, വ്യവഹാരത്തിന് ആവശ്യമുള്ള എല്ലാ അപരാവിദ്യകളും പറഞ്ഞിരിക്കുന്നു. അതിൽ ബഹുഭാഷാ പാണ്ഡിത്യം, അത് എഴുതുക, അത് വായിക്കുക, അത് പഠിക്കുക, അതിനെ ഓർമ്മിക്കുക, അതിൽ കവിതാ സാമർഥ്യം ഉണ്ടാവുക, ഋഗ് യജുസ് സാമ അഥർവണാദി വേദങ്ങൾ പഠിക്കുക, ധനുർവേദം, ഗാന്ധർവവേദം, ആയുർവേദം മുതലായ ഉപവേദങ്ങൾ പഠിക്കുക, അതുപോലെ കെട്ടിടപ്പണി, വീടുകളിലൊക്കെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിനെ പരിരക്ഷിക്കുന്ന ഒരു രീതികൾ, അതുപോലെ പല രീതിയിലുള്ള മൃദംഗാദി വാദ്യങ്ങൾ വായിക്കുന്നത്, അതുപോലെ നൃത്തശാസ്ത്രം മുതലായത്, പുല്ലാങ്കുഴൽ മുതലായ സുഷിരവാദ്യങ്ങൾ വായിക്കുന്നത്, അതുപോലെ തന്ത്രി വാദ്യങ്ങൾ വായിക്കുന്നത്, അതുപോലെ ആശാരിപ്പണി മുതലായ ഇങ്ങനെയുള്ള അനവധി നമ്മുടെ വ്യവഹാരത്തിന് സഹായിക്കുന്ന എല്ലാ ജ്ഞാനവും, അതുകൂടാതെ യാഗയജ്ഞാദികൾ ചെയ്യുന്ന ക്രമങ്ങളും, ഇങ്ങനെയുള്ള കർമ്മത്തെ പറ്റിയാണ് കർമ്മകാണ്ഡത്തിൽ വേദങ്ങൾ പ്രതിപാദിക്കുന്നത്. അതേസമയം ജ്ഞാനത്തിൻ്റെ ആവശ്യം, ശരീരാദികളൊക്കെ നശ്വരമാണ്, അനശ്വരമായ ഒരു വസ്തു ഉണ്ട്, അത് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കാണുന്നത് ഇതിൻ്റെ ശക്തി കൊണ്ടാണ്. എല്ലാവരുടെയും അന്തഃസാക്ഷിയാണ്
തത്വം എന്ന് പരമാത്മതത്വത്തെ ഇപ്പോൾ ഒരു കുടം ഉണ്ടാക്കി അതിൽ 10 തുളകളിട്ടു. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശനാളം അല്ലെങ്കിൽ ഒരു ദീപം അതിൽ ജ്വലിപ്പിച്ചു. അപ്പോൾ ഈ 10 ഓട്ടകളിലൂടെയും ആ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതിൻ്റെ ഉള്ളിലൊക്കെ അന്തസ്സാക്ഷിയാണ് പരമാത്മാവ് എന്നൊക്കെ പരമാത്മതത്വത്തെ പല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് ഉപനിഷത്തുകൾ. അതാണ് ജ്ഞാനകാന്ഡം. യഥാർത്ഥമായ പരമാത്മജ്ഞാനം കൊണ്ടേ ജീവിതത്തിൻ്റെ മോക്ഷപ്രാപ്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ഹ്രീങ്കാര സാധന വേദങ്ങളാണെങ്കിലും വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അതിൻ്റെ ഉപനിഷത്ത് പോലെ അതിൻ്റെ ജ്ഞാനത്തെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ദേവീതത്വമെന്നും ഈ മന്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പരമാത്മ സാക്ഷാത്കാരത്തിനുള്ള വഴികളാണ് നമുക്ക് ലളിതാ ത്രിശതി പറഞ്ഞു തരുന്നത്. ഹ്രീംകാര ആധ്വര ദക്ഷിണ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത മന്ത്രം. ഹ്രീംകാരമാകുന്ന അധ്വരം എന്ന് വെച്ചാൽ യാഗം, അതിൻ്റെ ദക്ഷിണയാണ് ദേവി എന്നാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. നമ്മൾ ഇതേവരെ കണ്ട മന്ത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു സവിശേഷത എന്താ വെച്ചാൽ ഏതൊക്കെ കാര്യമാണെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദേവി എന്നാണ് കണ്ടുവരുന്നത്. ഒരു യാഗത്തിൽ ദക്ഷിണ പോലെയാണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. നമ്മൾ പലരും ഒത്തുചേർന്ന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യജ്ഞങ്ങൾ. ഒരു യാഗം എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട സമയം മാത്രമല്ല, അത് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള തയ്യാറെടുപ്പ്, പിന്നെ ആ സ്ഥലത്തിൻ്റെ ശുദ്ധീകരണം, അതിൻ്റെ മണ്ഡപം ഉണ്ടാക്കൽ, അതിൻ്റെ കുണ്ടമുണ്ടാക്കൽ, അതിൻ്റെ ഹോമദ്രവ്യങ്ങളൊക്കെ പരിശുദ്ധമായ രീതിയിൽ സംഘടിപ്പിക്കൽ, അതുപോലെ ഹോമത്തിന് മുമ്പേ തന്നെ അത് ചെയ്യുന്ന ഋത്വിക്കുകൾ എന്നാണ് അവരെ പറയുന്നത്, അവരുടെ തയ്യാറെടുപ്പുകൾ, അവരുടെ സാധനാപരമായിട്ടുള്ള ജീവിതക്രമം, അവരുടെ പരിശുദ്ധി, ഇതൊക്കെ കൂടിയാണ് ആ യാഗത്തെ പൂർണ്ണ ഫലത്തിലേക്ക് എത്തിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ അല്ലെങ്കിൽ പ്രകരണങ്ങൾ, പ്രധാനപ്പെട്ട നാമങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ഇത്രയും ദിവസം ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് തുടരാം.